പല നന്മകളിലും ഞാൻ സമീപിക്കുമ്പോഴൊക്കെ എപ്പോഴും നോ പറയാതെ എല്ലാറ്റിനും ഓക്കെ പറയുന്ന പ്രിയപ്പെട്ട ഓക്കെ സുബൈർ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജന്മനാട് ഏർപ്പെടുത്തിയ ഈ സ്വീകരണ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനൊരു ഭംഗിവാക്കിന് വേണ്ടിയല്ല സുബൈറിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്. ഞാൻ അദ്ദേഹവുമായി ഇടപഴകുന്ന പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം ടച്ച് ചെയ്യുന്ന ഈ നാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മസ്ലഹത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ചാൽ എനിക്ക് വ്യക്തമായ ചിത്രം തരുന്ന, അതോടൊപ്പം തന്നെ ആ പരിഹാരത്തിന് വേണ്ടി നല്ല രീതിയെ സമീപിക്കുന്ന, കൂടിയാൽ കോടാത്ത, നമുക്ക് എപ്പോഴും വിളിപ്പുറത്ത് കിട്ടുന്ന നല്ല ഒരു ശാന്തശീല സ്വഭാവക്കാരനാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട സുബൈർ സാഹിബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്തുകളൊക്കെ ഈ പഞ്ചായത്തിന് ഗുണമായിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ആരും ശ്രദ്ധിക്കാത്തവരെ ശ്രദ്ധിക്കുന്ന സുബൈർ, സാധാരണക്കാരന് ചെവി കൊടുക്കുന്ന സുബൈർ, വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന, മുട്ടിയാൽ തുറക്കപ്പെടുന്ന, വാതിലുള്ള വീട്ടിൽ താമസിക്കുന്ന, ജനകീയ വിഷയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാത്ത ജനപ്രതിനിധി. അത് അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്തിലേറെ തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട സുബൈറിനെ ഇൻഷാ അല്ലാഹ് ഈ 5 കൊല്ലം തികഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മകളൊക്കെ ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ ജനങ്ങൾക്കും അനുഭവിക്കാൻ സാധിച്ചാൽ ജന്മനാടിൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ ചിത്രം ഒരു കട്ടൗട്ടായി വെക്കുമ്പോൾ ആ കട്ടൗട്ടിന്റെ താഴെ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് മാറാക്കരയുടെ ഉമ്മൻചാണ്ടി എന്ന പേരാണ് പ്രിയപ്പെട്ട സുബൈറിന് ഫിറ്റാവുക എന്നാണ്. അത്രക്കും ജനകീയ വിഷയങ്ങളിൽ തൽപരനായ, അത് പരിഹൃതമാകുന്നതിൽ നല്ല നിലപാട് സ്വീകരിക്കുന്ന, അതും നിലവാരമുള്ള നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹത്തെ ഇരുത്തി കൂടുതൽ പുകഴ്ത്തി പറയുകയല്ല, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മാറാക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രിയപ്പെട്ട സുബൈർ സാഹിബ് വന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഒരേ കളരിക്കാരാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഫോറങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തർക്കമുള്ളിടത്ത് നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയും പറയേണ്ടിടത്ത് പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറഞ്ഞു, ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കാതെ ചോദിച്ചും ശീലിച്ച പ്രിയപ്പെട്ട സുബൈർ തീർച്ചയായും ഏറില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ഏർക്കര പ്രദേശത്ത് ഒരു ഏറാത്ത നല്ലൊരു മനുഷ്യനെയാണ് നമ്മുടെ ഈ നാടിന്റെ പ്രഥമ പൗരനായി ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും സുചിന്തിതമായ നിലപാടുകളുമൊക്കെ ഈ ഗ്രാമപഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി നേരത്തെ സഹോദരി വഹീദ സൂചിപ്പിച്ചതുപോലെ കേരളക്കരയിൽ നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. ഈ വാർഡുകളൊക്കെ വെട്ടിമുറിച്ചത് മാർക്സിസ്റ്റുകാരാണ്. അവരുടെ ഉദ്യോഗസ്ഥരുടെ തലയിലായിരുന്നു ഈ ചിന്തകള്. അവര് നിറച്ച പേന കൊണ്ട്, മഷി നിറച്ച പേന കൊണ്ട് ആ വാർഡിന്റെ തല ഇങ്ങോട്ടും ഈ വാർഡിന്റെ വാലങ്ങോട്ടും, അങ്ങനെ എന്താ പറയാ, ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു ECG ഒക്കെ എടുത്ത മോഡലിലായിരുന്നു നമ്മുടെ നാട്ടിൽ വാർഡുകൾ വെട്ടിമുറിച്ചത്. ആ വാർഡിലാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അവിടെയാണ് കേരളക്കരയിൽ ചരിത്രത്തിൽ ആദ്യമായി 14 പഞ്ചായത്തിൽ 7 അതിന്റെ അംഗസംഖ്യ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് കിട്ടിയ ജില്ലാ പഞ്ചായത്തിലൊക്കെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും 2 ആളുകളുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ. 2 ആള് 3 ആള് അങ്ങനെയുള്ള വ്യത്യാസം. 2-3 ആളുകൾ കൂടി ജയിച്ചിരുന്നുവെങ്കിൽ ഒരു 10, എന്താ പറയാ, ഒരു 10-ലധികം ജില്ലാ പഞ്ചായത്തുകൾ നമുക്ക് ലഭിക്കുമായിരുന്നു.
നമുക്ക് ലഭ്യമാകുമായിരുന്നു. എന്നാൽ UDF ജയിച്ച പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെയല്ല. കോട്ടയം, അങ്ങനെ തെക്കൻ കേരള, എറണാകുളമൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 15 ആൾ ഇപ്പുറത്താണെങ്കിൽ 5 ആളൊക്കെയാണ് അപ്പുറത്ത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, 33 ആളും ഇപ്പുറത്ത് ഭരണപക്ഷത്താണ്. ലീഗില്ലാത്ത പാർലമെന്റാണ് പിണറായിയുടെ മുറാദ്. അത് മലപ്പുറത്ത് ആസിലായിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനിക്കുകയാണ്. ഇടതുപക്ഷമില്ലാത്ത, പ്രതിപക്ഷമില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുമാണ് നമ്മുടെ കുറ്റിപ്പുറം. അങ്ങനെ നിരവധി, അരീക്കോട്, കാളികാവ്, വേങ്ങര, ഒന്നും രണ്ടൊന്നല്ല, ധാരാളം ബ്ലോക്ക് പഞ്ചായത്തുകൾ പ്രതിപക്ഷമില്ല. അവിടങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം ചിഹ്നത്തിൽ പോലുമല്ല മത്സരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അരിവാളുണ്ടായിരുന്നില്ല അധിക സ്ഥലത്തും. ബ്രാഞ്ച് സെക്രട്ടറിക്ക് അരിവാളില്ല. ബ്രാഞ്ച് സെക്രട്ടറിക്ക് അരിവാളില്ല എന്ന് പറഞ്ഞാൽ ഖത്തീബിന് തലേക്കെട്ടില്ല എന്നർത്ഥം. പിന്നെ അവര് പല സ്ഥലത്തും പല ചിഹ്നങ്ങൾ, തൊട്ടാപ്പൊട്ടുന്ന ചിഹ്നം, കപ്പ് ശ്വാസം, കുപ്പി ഗ്ലാസ്. കൊടുവള്ളിയിൽ 37 ഡിവിഷൻ ഉണ്ട്. അതിൽ 28ലും ഗ്ലാസ് ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ ചിഹ്നം. ബ്രാഞ്ച് സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കും ഗ്ലാസ്. അതും PTA റഹീമിന്റെ നാഷണൽ സെക്യുലർ ഫോറം, ആ പേരിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. സ്വന്തം പാർട്ടിയുടെ പേര് പറഞ്ഞിരുന്നില്ല, ചിഹ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വടി, കുട, കണ്ണട, വാർദ്ധക്യ സഹജമായ സകല ചിഹ്നങ്ങളും. പിന്നെ ഐക്കട്ടില് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പൊക്കെ വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോകും, അമ്മാതിരി സാധന സാമഗ്രി. ഇതെല്ലാം കൊണ്ടാണ് മത്സരിച്ചത്. പല സ്ഥലത്തും LDF എന്ന് പോലും പറഞ്ഞിരുന്നില്ല, വെറും സ്വതന്ത്രൻ. അരിവാൾ ചുറ്റിക നക്ഷത്രം പണയം വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഉരുക്കി തൂക്കി വിറ്റു എന്നതാ ശരി. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് മോശമാണ്. അങ്ങനെ ചിഹ്നത്തിൽ മത്സരിച്ചില്ല, പാർട്ടിയുടെ പേരിൽ മത്സരിച്ചില്ല. ആ ചിഹ്നം കാണുമ്പോൾ ജനങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ കൊടി കാണുമ്പോൾ അലർജി ഉണ്ടെന്ന് മനസ്സിലായി. LDF എന്ന് പോലും പറഞ്ഞിരുന്നില്ല. ആ പേരുള്ളവരെ വരെ വെറുത്തു. സഖാവ് എന്ന് പോലും പറഞ്ഞിരുന്നില്ല. ആളുകളെ വെറും പേരാ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ സാധാരണ തലപ്പത്തിരിക്കുന്നവർക്ക് സഖാവ് എന്ന പേരുണ്ടായിരുന്നു, അതുണ്ടായിരുന്നില്ല. ഇപ്പൊ കൊടുവള്ളിയിലൊക്കെ അവർക്ക് വേണ്ടി മത്സരിച്ചതിൽ ഫൈസൽ കാരാട്ട്, നേരത്തെ റസാഖ് കാരാട്ട്, ഇതൊക്കെ കേട്ടപ്പോ ജനങ്ങൾക്ക് അവര് തോൽപ്പിച്ചു. അവൾ തോൽപ്പിക്കാൻ കാരണം ഈ ഫൈസൽ കാരാട്ട്, റസാഖ് കാരാട്ട് എന്നൊക്കെ വിചാരിച്ചപ്പോ ഈ പ്രകാശ് കാരാട്ടിന്റെ മൂത്താപ്പാന്റെ മക്കളാ നാട്ടിൽ തോന്നി. അപ്പൊ ഇത് കെടുക്കട്ടെ പറഞ്ഞ് എല്ലാവരും കൂടി കൂട്ടമായി തോൽപ്പിച്ചു. ആ കൂട്ടത്തിൽ അവരും പെട്ടു. അപ്പൊ പാർട്ടിയോട് വരെ അലർജിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചെഗുവേരയുടെ ചിത്രം ആസനത്തിൽ വരെ പച്ചകുത്തിയ മുത്തലക്കായ സഖാക്കളൊക്കെ വന്ന് അരിവാളിനെതിരെ വോട്ട് ചെയ്തു. അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ AKG സെന്ററിന്റെ വാർഡാ പോയത്. AKG സെന്ററിന്റെ വാർഡ് പോകാറിന ടവറിന്റെ ചോട്ട് റേഞ്ചില്ല എന്നർത്ഥം. വേലംകുളം പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുസ്ലിം ലീഗുകാരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടെ സഖാവ് EMSന്റെ തറവാടാണ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങൾ ഇതുവരെ നമുക്ക് ജന്മത്തിൽ കിട്ടാത്ത പല പഞ്ചായത്തുകൾ, എടപ്പാള്, പുറത്തൂര്, വട്ടംകുളം, KT ജലീലിന്റെ മണ്ഡലത്തിൽ ഒരൊറ്റ ഒന്നും കൊടുത്തില്ല. എല്ലാം UDFന്റെ കൂടെ. ജനങ്ങൾക്ക് നേരം വെളുത്തു, ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇവരുടെ പോക്കെങ്ങോട്ടാണ്? ഇവര് തൊട്ടാൽ പൊട്ടുന്ന വർഗീയതയാ പറയുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യായി. വെടിമരുന്ന് ഉണക്കാനിട്ട സ്ഥലത്ത് അലസമായി വീടി വലിക്കുന്ന ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരാളെ പോലെയാണ് ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ പെരുമാറുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അനങ്ങിയ എന്ത് പത്രസമ്മേളനം നടത്തിയാലും എന്ത് പ്രസംഗിച്ചാലും അതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി. അത് നമ്മളെ നാട്ടിലൊക്കെ ഈ പച്ചക്കറിയുടെ വണ്ടി വരുമ്പോ 2 കിലോ തക്കാളി അല്ലേ, അതിങ്ങനെ പറയാണ്ട് കിലോ 100, കിലോ 100, കിലോ 100. സവാള 2 കിലോ 100, 2 കിലോ 100 എന്ന് പറഞ്ഞാൽ ഇത് അനങ്ങിയ ജമാഅത്തെ ഇസ്ലാമി, മതവിദ്വേഷം. ഇതിങ്ങനെ പുട്ടിന് തേങ്ങടുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരള സംസ്ഥാനത്ത് എത്ര ശതമാനമാണുള്ളത്? അവര് വലിയ ഒരു അപകടകാരിയാണെങ്കിൽ അവരെങ്ങനൊക്കെ തലയിലെത്തി നടന്നതിലൊരു പങ്ക് നിങ്ങൾക്കില്ലേ? ബനാത്ത് വാലക്കെതിരെ മിനു മുന്താസിനെ മത്സരിപ്പിച്ചത് നിങ്ങളാ.
ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ തിരൂർ നഗരസഭയിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പിന്നെ മത്സരിച്ച, ഈ രാഷ്ട്രീയത്തിലൊന്നും വിശ്വാസമില്ലാത്ത കാലത്ത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മലപ്പുറം ജില്ലാ ഭാരവാഹിയായ തിരൂർക്കാരി പോളിടെക്നിക്കിന്റെ സമീപത്ത് ഗ്യാസ് സിലിണ്ടറിൽ ഇപ്പടുത്ത് മത്സരിച്ച ആ സ്ത്രീയെ ബനാത്തുവാലക്കെതിരെ നമ്മളെ പൊന്നാലിൽ നിർത്തിയ പാർട്ടിയാണ് വരും. പാർലമെന്റിക്ക് അദ്ദേഹത്തിക്കല്ല, സ്ഥാനാർത്ഥിനെ നിർത്തിയ ജമാഅത്തെ ഏരിയ. എന്നിട്ട് ഇവർക്ക് സ്ഥാനാർത്ഥി ഇല്ല, എന്നിട്ട് ഇവരെ പിന്തുണക്ക് അങ്ങണ്ട് മൊത്തമായും ചില്ലറയായും സ്വതക്കയായും സക്കാത്തായും കൊടുക്കുകയാണ്. പാർലമെന്റിലേക്ക്, നിയമസഭയ്ക്കോ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ സിമിയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രൊഫസർ അബ്ദുൽ വഹാബിനെ 2 വട്ടം മത്സരിപ്പിച്ചു. നിയമസഭയ്ക്ക് അബ്ദുറബിനെതിരെ മഞ്ചേരിയിലും മുനീറിനെതിരെ കോഴിക്കോട്ടും. ആയതിന്റെ സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥി. പാലോളി കമ്മിറ്റിയിൽ ജമാഅത്തിനെ അംഗാക്കിയതാരാ? നിങ്ങള്. പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിൽ അംഗാക്കിയതാരാ? നിങ്ങള്. KT ജലീലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച സഖാവ് സക്കരിയയും ഒന്നിച്ച് ഹിറാ സെന്ററിൽ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആരായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ? ആരായിരുന്നു ആ യോഗത്തിന്റെ നടുവില്? ജമാഅത്തിന്റെ അമീർ ആരിഫ് അലി. അന്നതൊക്കെ നിങ്ങൾക്ക് ഹലാലയാണ്. നിങ്ങളെ കൂടെ നിന്നാൽ എല്ലാവരും സ്വർഗീയം, അല്ലെങ്കിൽ വർഗീയം. ഇപ്പൊ വലിയ അപകടമായിട്ട് പറയാണ്, കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈയാളും. ഞാൻ ചോദിക്കട്ടെ, എപ്പ ആരാ അധികാരത്തില്? നിങ്ങള്. ആർക്കാ ആഭ്യന്തരം? പിണറായിക്ക്. ശബരിമലയ്ക്ക് 3 പെണ്ണുങ്ങളെ കൊണ്ടായല്ലോ. ആചാരങ്ങളൊക്കെ ലംഘിച്ച് കനകദുർഗ, ബിന്ദു, രഹന, ഫാത്തിമ 18-ാം പടി കയറ്റിക്കൊണ്ടേ അവിടെ ഇരുമുടിക്കെട്ടുമായിട്ടാ പോകേണ്ടത്. ഈ പറഞ്ഞവൾക്ക് ഒരു മുടിക്കെട്ടില്ല, എന്നിട്ടല്ലേ ഇരുമുടിക്കെട്ട്. ഒരു മൊട്ട അടിച്ചൊരു പെണ്ണ് വളേറ്റാ പോയത്, കെട്ട് നിറക്കേറ്റാ പോണ്ടത്. പക്ഷേ ഇവര് കൊണ്ടുപോയത് എന്താ? ഇവര് കൊണ്ടുപോയത് 1 കിലോ മുസമ്പിയും കുറച്ച് അടക്കാപ്പായി അവിടെ ഇരുന്ന് മുണങ്ങാന്. അവരെ കൊണ്ടുപോകുമ്പോ ആ ശബരിമല നിയന്ത്രിച്ചതാരാ? വത്സൻ തില്ലങ്കേരി. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈയാളെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളിപ്പോ അധികാരത്തിൽ വന്നപ്പോ വത്സൻ തില്ലങ്കേരിയാണ് ശബരിമല നിയന്ത്രിച്ചത്. RSS. ഞങ്ങൾ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് വേണ്ടേ? നിങ്ങളിപ്പോ വന്നപ്പോ നിങ്ങൾ ചെയ്തതാ ഞങ്ങൾ പറയുന്നത്. ആരാ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്ത്? ഗുജറാത്ത് കലാപത്തിലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളി ലോക്നാഥ് ബെഹ്റ. കേന്ദ്രം ചോദിച്ചു, ആണായ തമിഴ്നാടിനോട് ഈ മുതലിനെ തെറ്റേ വേണ്ടെന്ന് പറഞ്ഞു തമിഴ്നാട്. പെണ്ണായ ബംഗാളിനോട് ഈ ചരക്കിനെ അങ്ങോട്ട് തെരട്ടെ വേണ്ടെന്ന് പറഞ്ഞു മമതാ ബാനർജി. പെണ്ണായ ബംഗാളും ആണായ തമിഴ്നാടും വേണ്ടെന്ന് വെച്ചാ മുതലിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തരാണ്. അയാളിപ്പോ ഇന്ന് കേരളത്തിലാണ്. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈയാളും അല്ലേ? നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോ കേരള പോലീസിന്റെ തലപ്പത്താര? ഗുജറാത്ത് കലാപത്തിലെ നോട്ടപ്പുള്ളി, സംഘപരിവാറിനെ ഒത്താശ ചെയ്ത ആള്, മോഡിക്കും അമിത്ഷാക്കും പാർലമെന്റിലേക്ക് നിൽക്കാൻ ക്ലീൻ ചീട്ട് കൊടുത്ത ഉദ്യോഗസ്ഥൻ. നമ്പർ 2. നമ്പർ 3 രമൺ ശ്രീവാസ്തവ. ആരാ? പാലക്കാട് സിറാജുന്നീസയെ വെടിവെച്ച് കൊന്ന കശ്മലൻ. BJP ബാബരി മസ്ജിദ് പൊളിക്കാൻ പോകുമ്പോ LK അദ്വാനി ഒരു മാർച്ച് നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര കാലം ഇന്ത്യ ഭരിച്ചു? ഈ നാട്ടിലെ പള്ളികൾക്കെതിരെ ഒരു നിയമം ഉണ്ടാക്കാത്ത പാർട്ടിയാണത്. അവര് ഭരിച്ചിരുന്ന കാലത്ത് ഹിജാബ് ഒരു ചോദ്യമായിരുന്നില്ല, പശു ഇറച്ചൊരു വൃക്ഷയായിരുന്നില്ല. ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് ചൊല്ലാം, ഇഷ്ടമുള്ളത് ധരിക്കാം. ഇന്ദിരാഗാന്ധി വരെ തലയിൽ സാരി മറച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പോയിരുന്നു. ഈ കോൺഗ്രസ് നാട് ഭരിച്ചിരുന്ന കാലത്ത് SIR, CA, NRC. നമ്മളെ ഒരു അപകടകരമായ അവസ്ഥയിലൂടെ പോവുക. ഇന്നിപ്പോ തീയതി എത്ര അറിയോ? നിങ്ങൾ പഠിക്കണം. ഇന്ന് 13-ാം തീയതിയാ. 22-ാം തീയതിയല്ലേ ലാസ്റ്റ് ഡേറ്റ് ഇപ്പത്തെ കണക്ക് പ്രകാരം. ബേജാറുള്ളവർക്കേ ബേജാറുള്ളൂ. ചിലവരിതൊന്നും അറിഞ്ഞിട്ടില്ല. ഫോറം കൊണ്ടേ തലാണിന്റെ യോട്ടും വെച്ച് കെടുക്കുകയാണ്. ചിലവർക്ക് ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയില്ല. നല്ല സുഖമായിട്ട് ഇങ്ങനെ മന്തി അടിച്ച് നടക്കുകയാണ്. അറിയില്ല. ഈ പട്ടിക വന്ന് ലക്ഷക്കണക്കിന് ആള് ആസാമിൽ പുറത്താ.
ഇവിടെ തടങ്കൽ പാളയം ഉണ്ടാക്കിക്കുന്ന കൊല്ലത്ത് വെല്ലിപ്പി കുട്ടികളൊക്കെ പിരിയാൻ പോവുക. അപ്പൊ ഈ സമയത്ത് നമ്മൾ എല്ലാ നാത്തുമ്പോരും തർക്കം മാറ്റിയേക്കേണ്ട സമയ. ഇപ്പോഴും നമ്മളെ തർക്കം തീർന്നിട്ടില്ല. പരസ്പരം തർക്കങ്ങളാണ് ആൾക്കാർ. ഇതൊക്കെ തീരാൻ പോവുകയാണ്. കാരണം JCB കൊടുത്ത് തലക്കെ പൊളിക്കുകയാണ്, നേരത്തെ വീടൊക്കെ. ആ സമയത്താണ് നമ്മളെ തർക്കം തീർന്നിട്ടില്ല. നമ്മൾ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ പോവുക. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയി ഒരു ബസ്സിൽ. തൂക്കിക്കൊല്ലാൻ 100 ആളൊരു ബസ്സിൽ കൊണ്ടുപോകുമ്പോ ആ ബസ്സിൽ പൊരിഞ്ഞ അടി. എന്തിനാ അറിയാം? സൈഡിലെ സീറ്റിലിരിക്കാന്. പിന്നെന്ത് സൈഡാ? ഒക്കത്തിന് സൈഡാക്കാൻ കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ആ തർക്കം. ഇപ്പൊ ജനങ്ങൾക്ക് ഇപ്പോഴും ഇതൊന്നും അറിയാത്തപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നോട് ബസ്സിലിരിക്കുമ്പോ ഒരാൾ ചോദിക്കുകയാണ്, അല്ലോട്ടിയെ ബനാത്ത് വാല എവിടെ നിൽക്കണ്? അപ്പൊ ആ ചങ്ങായി ബനാത്ത് വാല മരിച്ചത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരിപ്പോ ഈ നടന്നത് SIR പൗരത്വമൊന്നും അറിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ പുറത്താണ്. ആ പട്ടികത ഇറങ്ങാൻ പോവുകയാണ്. ഒരു പേരിലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണ് ഉമ്മയും ബാപ്പയും മക്കളൊക്കെ രണ്ടും രണ്ടാകുന്നത്. അച്ഛനും അമ്മയും കുട്ടികളൊക്കെ രണ്ടാക്കുന്നത്. മുഹമ്മദിൽ 2 M ഉണ്ടെങ്കിൽ ഒന്നാണ് വാപ്പാക്ക് എങ്കിൽ സൺ ഓഫ് എന്നുള്ള മോളെ പരിഗണിക്കൂല, ഡോട്ടർ ഓഫ് എന്നുള്ള മോളെ പരിഗണിക്കൂല, സൺ ഓഫ് എന്നുള്ള മോനെ പരിഗണിക്കൂല. പാപ്പാന്റെ അതേ പേരും അതേ ലെവലും പുറത്ത് വേണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ മുഴുവൻ അക്ഷയ സെന്ററിന്റെ മുന്നിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നോ? ഓരോ നാടും ആ നാട്ടിലേക്ക് ജനങ്ങളെ വരുമ്പോ സ്വീകരിക്കുകയാണ്. ഇപ്പൊ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോയാൽ അവിടെ പൗരത്വം, പഠിക്കാൻ പോയ ചെക്കന് പൗരത്വം, ജർമ്മൻ ഭാഷ അറിഞ്ഞാൽ പൗരത്വം, ജർമ്മനിക്ക് വിസിറ്റിങ്ങിന് പോയിട്ട് അവിടുത്തെ ആശുപത്രിയിൽ പെറ്റാല് ആ കുട്ടിക്ക് പൗരത്വം. നോക്കണം, അവിടെ ഉള്ളവരൊക്കെ വരുന്നവരെ സ്വീകരിക്കുകയാണ്. ഇയാൾ ചെയ്യുന്ന പണി എന്താ? ഇവിടെ ഉള്ളവരൊക്കെ പുറത്താക്കാന്നുള്ള പട്ടികയാണ് ഇപ്പൊ ഈ അരിപ്പെടുത്തായിരിക്കുന്നത്. SIR ഇവിടുന്ന് എത്ര ആളെ പുറത്താക്കാന്നുള്ളതാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകള് 16 ലക്ഷം ആൾക്കാരാണ് ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെച്ചത് ഈയിടക്ക് അടുത്ത്. ഞങ്ങൾ ഞാണ്ടില്ല കണ്ടില്ല ഞങ്ങള്. ഇവിടെ 6 അടി മണ്ണിൽ കിടന്നുറങ്ങേണ്ടുന്ന ആളുകളൊക്കെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോയിട്ട് ഇപ്പൊ ഇരട്ട പൗരത്വം ഉണ്ട്. ലണ്ടനിൽ പോയ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന്. അവിടെയും പൗരത്വം ഇവിടെയും പൗരത്വം. ഇത് ഇവിടെ ജനിച്ച ആൾക്കാർക്ക് ഇവിടെ പൗരത്വമില്ല. ഈ അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളെ ശ്രദ്ധ മുഴുവൻ തിരിക്കുകയാണ് വേറെ വഴിക്ക്. ജമാഅത്തെ ഇസ്ലാമി, ആ രമൺ ശ്രീവാസ്തവ നിങ്ങൾ അറിയണം, സിറാജുന്നീസ എന്ന കുട്ടിയെ വെടിവെക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ബാബരി മസ്ജിദ് പൊളിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് പള്ളി പൊളിക്കുന്ന ഒരു പാർട്ടിയല്ല. ലീഗ് ഇപ്പോഴും ഉറച്ചു പറയാ. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു നിയമം പാസ്സാക്കിയാൽ പള്ളി മുഴുവൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാര പവർ ശ്രീമതി ഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ കാലത്തൊക്കെ ഇന്ത്യൻ നാഷണലിന് കോൺഗ്രസിന് ഇന്ത്യയെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് ആ വൈക്കൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയൊക്കെ ഒരു നാടിന്റെ മക്കളായി, ഒരേ ഞെട്ടിയിലെ പൂക്കളായി ഒന്നിച്ച് കാണുകയായിരുന്നു കോൺഗ്രസ്. ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാര തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്, ഇവരെല്ലാം ഒന്നിച്ച് കഴിയുന്ന മണ്ണാണ് ഇവിടെ. ഇടക്കടുത്ത് എന്റെ അയൽവക്കത്തെ വല്യമാന്റെ അടുത്ത് ഒരു ഗ്യാസ് വണ്ടി കൊടുന്ന് നിർത്തി കുറ്റി ഇറക്കുകയാണ്. അപ്പൊ വല്യമ്മ ചോദിക്കുകയാണ്, സുരേഷാണ് ഇറക്കുന്നത്. സുരുവോ, ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകില്ലേ, പിന്നെ എന്തിനാടാ കുറ്റി? തള്ളതിന് പറഞ്ഞ മറുപടി, തള്ള ആ ചോദ്യം ചോദിച്ചപ്പോ സുരേഷ് ഉമ്മാനോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? വല്യമ്മ, നിങ്ങളൊക്കെ പോയാൽ പിന്നെ നമ്മൾ ഈ കുറ്റി എവിടെ കൊടുന്ന് ഇറക്കുക എന്നാ. നമ്മളെല്ലാരും പരസ്പര സ്നേഹത്തിനും സൗഹൃദത്തിനും ജീവിക്കേണ്ടവരാണ്. ശബരിമലക്ക് പോകുമ്പോ അയൽവാസി കൈനീട്ടം കൊടുക്കുന്ന നാടാണെന്ന്. ഹജ്ജിന് പോകുമ്പോ എയർപോർട്ടിക്ക് വല്യമ്മാനെ ചക്കരയുമ്പ കൊടുക്കാൻ അമ്മൂമ്മ വരുന്ന നാടാ നമ്മുടെ നാട്. കർക്കിടക മാസത്തിലെ രാമായണം, ഡിസംബർ മാസത്തിലെ ബൈബിൾ, റമദാൻ മാസത്തിലെ ഖുർആൻ അന്തരീക്ഷത്തിൽ മുഖരിതമാക്കേണ്ട മണ്ണാണിത്. ഇവിടെ ഓംകാര വിളികൾ, ഓശാന പാട്ടുകൾ, ഓത്തുപള്ളികൾ നിറഞ്ഞ നാടാണ്. ഈ സ്നേഹവും സൗഹൃദമൊക്കെ നശിപ്പിക്കുകയാണ്. മന്ത്രി ബാലൻ, മുൻ മന്ത്രി CPM നേതാവ് ബാലൻ പറയുന്നത് UDF അധികാരത്തിൽ വന്ന മാറാട് ആവർത്തിക്കുന്നു. ഈ മാറാട് സംഭവത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കക്ഷിയേ അല്ല. കുറ്റവാളികൾ പല പാർട്ടിക്കാരുണ്ട്, അതിൽ ജമാഅത്തേരില്ല. ഒന്ന്
രണ്ട്, മാറാട് സംഭവം നടക്കുമ്പോ ജമാഅത്ത് നിങ്ങളൊപ്പുകയാണ്. അപ്പൊ ഇതൊന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്. എന്തിലാ ഒരു ഏത് കിട്ടാൻ നോക്കുകയാണ് കുളം കലക്കാൻ. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം തൊട്ടുള്ളവര് പ്രസംഗിച്ചപ്പോ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, വെടിമരുന്നിട്ട സ്ഥലത്ത് അലസമായി ബീഡി വലിക്കുന്ന ഒരു മന്ദബുദ്ധിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണ്. അനങ്ങിയ കത്തും. ആ സമയത്ത് തികഞ്ഞ വർഗീയത പറയാണ്. ഇനി വിദ്വേഷം പ്രസംഗിക്കുന്ന ആരെങ്കിലും കണ്ടാലോ, നമ്മുടെ മുഖ്യമന്ത്രി പറയാണ് തനി അനാവശ്യം വിദ്വേഷം മതവിദ്വേഷം പറഞ്ഞാൽ അപ്പൊ പറയാതെ സരസ്വതി വിലാസാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടിയുടെ നേതാവ് ഇത്രത്തോളം തരം താഴാൻ പാടുണ്ടോ? ഇതുകൊണ്ട് നശിക്കാൻ പോകുന്നത് ആരാ? ഈ നാടാണ്. ഇപ്പൊ ഈ നാട്ടിൽ നിങ്ങളെല്ലാരും കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ മുട്ടിപ്പാട്ട് നടക്കാൻ പോവുകയാണ്. നമുക്ക് സന്തോഷവും സമാധാനം ഉണ്ടായതുകൊണ്ടാണ് മുട്ടിപ്പാട്ടൊക്കെ അവിടെ. എന്നാൽ ഈ നാട്ടിൽ നിന്ന് വല്ല ദുരന്തം ഉണ്ടായാൽ ഇവിടെ പാട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കേൾക്കാൻ നേരം ഉണ്ടാവില്ല, പാടുന്നവർക്ക് പാടാനും ഒരു രസം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നോണ്ടായി ഈ സമാധാനം. നമ്മളെ കുട്ടികൾ രാത്രി മദ്രസയിൽ പോണത്, SSLCക്ക് എഴുതാൻ പോണ മക്കള് സ്കൂളിലെ സഹവാസ ക്യാമ്പിന് പോണത്, രാത്രി അവിടെ തങ്ങണത്, കല്യാണങ്ങളൊക്കെ നടക്കണത്. ഒരു നാട്ടിൽ വർഗീയ കലാപുണ്ടെങ്കിൽ ഒരു പങ്കട്ടേരം വന്നിട്ട് ചോദിക്കുകയാണ്, നമുക്കൊന്നും അങ്ങോട്ട് അവിടെ ഒന്നും പ്രശ്നമാണ്, വേറെ വല്ല നാടിനെ പറ്റിയും പറയാ. കലാപകലുഷിതമായ അന്തരീക്ഷം വരാൻ പാടില്ല. അത് നമ്മൾ മറ്റു നാടുകളിൽ കാണുകയാണ്. ഇവിടെ നല്ല സ്നേഹത്തിൽ സൗഹൃദത്തിൽ പോവുകയാണ്. നീ രാഷ്ട്രീയത്തിൽ തന്നെ നോക്കാം. രാഷ്ട്രീയത്തിൽ തന്നെ എത്ര മാന്യമായ നമ്മുടെ നിലപാട്. ഒരു കാലത്ത് ദേശാഭിമാനി നിരോധിച്ചപ്പോ അത് പുനഃപ്രസിദ്ധീകരിക്കുന്നു എന്ന വാർത്താ പരസ്യം ഏറ്റവും കൂടുതൽ കൊടുത്തത് ചന്ദ്രികയല്ല, CH മുഹമ്മദ് കോയ ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കുമ്പോഴാണ് ദേശാഭിമാനി പത്രികയുടെ പത്രാധിപരായിരുന്ന ഇന്ദുചൂടൻ ഒരു കത്ത് കൊടുത്തയക്കും. ആ കത്തിൽ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട CH, ഞങ്ങളുടെ ദേശാഭിമാനി ഓഫീസിൽ സ തീർന്നിരിക്കുന്നു, കുറച്ചു സ കൊടുത്തയക്കുക. സഖാവ് കൃഷ്ണപിള്ള, സഖാവ് നായനാർ, സഖാവ് EMS എഴുതി സ എന്ന ഹെർഫ് കഴിഞ്ഞുപോയി. അതുകൊണ്ട് കുറച്ച് സ കൊടുത്തയക്കുക. CHLA മുതല് സ എന്ന അക്ഷരം പൊരുക്കി പൊതിയാക്കി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ കൂടെ ഒരു കുറിപ്പ്, അതിന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പ്രിയപ്പെട്ട ഇന്ദുചൂടൻ, ദേശാഭിമാനി പത്രാധിപർ, ക്ഷേമമെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. താങ്കൾ പറഞ്ഞതനുസരിച്ച് ചന്ദ്രിക ഓഫീസിൽ നിന്ന് ദേശാഭിമാനിയിലേക്ക് താങ്കൾ പറഞ്ഞത് പ്രകാരമുള്ള സ ഇതാ കൊടുത്തയക്കുന്നു. ഇതിനു പകരമായി ചന്ദ്രികയുടെ ഓഫീസിലേക്ക് കുറച്ചു ജ കൊടുത്തയക്കുക. ജനഭാഫകിത്തങ്ങൾ ജനഭൂക്കയത്തങ്ങൾ എഴുതി ഇവിടെ കുറച്ച് ജീമിന്റെ കുറവുണ്ടായിരുന്നു, അത് അവിടുന്ന് കണ്ടും കൊടുക്കുക. അതാണ് രാഷ്ട്രീയം. ആ സ്നേഹ വേണ്ടത്, ആ സൗഹൃദമാണ് വേണ്ടത്. അത് എന്നും പറയണം. പക്ഷേ പിണറായി വിജയനും CPM എന്നും എല്ലാം പറയില്ല. പാണക്കാട്ടെ തങ്ങൾ നല്ലവനാന്ന് പറയും ആവശ്യം ഉണ്ടാകുമ്പോ. പിന്നെ പറയും യോഗി ആദിത്യനാഥിനെ പോലെ അപകടകാരിയായ വർഗീയവാദിയാണ് പാണക്കാട്ടെ തങ്ങൾ. ഇബ്രാഹിം ശ്രീമാൻ സെഡ് പാകിസ്ഥാൻ ചാരനാന്ന് പറയും. ഒപ്പല്ലെങ്കില് ഒപ്പം കൂടിയാലോ ജനാധിപത്യത്തിന്റെ മുന്നണി പോരാളി. അബ്ദുൽ നാസർ മഅദനിയെ കുറിച്ച് പുസ്തകം എഴുതി P. ജയരാജൻ, കയ്യില്ലാത്ത ആള്. ആ പുസ്തകം, അതിലെ കഥാപാത്രം അബ്ദുൽ നാസർ മഅദനിയാണ്. അതിൽ പറയുന്നത് ഇന്ത്യ കണ്ട കൊടും ഭീകരൻ എന്നാണ്. എന്നാൽ ആ മഅദനിയെ പൊന്നാനിയിൽ കുറ്റിപ്പുറത്തിരുത്തി മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഒരു മഹാനെ കാണണമെങ്കിൽ മഅദനിയെ കൊള്ള നോക്കണം എന്ന് പറഞ്ഞതും പിണറായിയാണ്. വെള്ളാപ്പള്ളി നടേശൻ കേരളം കണ്ട വിഷം തുപ്പുന്ന കേരള തൊഗാഡിയ എന്ന് പറഞ്ഞത് പിണറായിയാണ്. എന്നാൽ കുമാരനാശാന്റെ യഥാർത്ഥ അനുയായി എന്ന് പറഞ്ഞതും പിണറായിയാണ്. പിണറായിക്ക് എത്ര നിറ! പിണറായിയുടെ നിറമാറ്റം കണ്ട് ഓന്ത് പോലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓന്തിനെ പോലെ നിറം മാറുകയും അരണയുടെ ബുദ്ധിയും ഈനാമ്പേച്ചിയുടെ സ്വഭാവവും കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമുള്ള ഒരു ജീവിയുടെ പേര് ചോദിച്ചാൽ അത് പിണറായി വിജയൻ എന്ന് ഉത്തരം പറഞ്ഞാൽ അതൊരു തെറ്റല്ല. അത്രത്തോളം തരം താഴ്ന്നു പോയിരിക്കുന്നു. ഈ നല്ല അന്തരീക്ഷത്തെ കെടുത്തണോ? എന്തെല്ലാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരള സംസ്ഥാനം നല്ല അന്തരീക്ഷത്തിലൂടെ പോവുകയാണ്. ആ അന്തരീക്ഷത്തിലാണ് ഇവർ താന്തോന്നികളെ പോലെ പെരുമാറുന്നത്. ഇവരിപ്പോ ചെയ്യുന്ന പണി സ്വന്തം തോറ്റു കൊടുക്കുക. ഇതുവരെ ജയിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിലാണ്.
നിങ്ങൾ അറിയണോ, CPM-കാർ ജയിച്ചിരുന്ന പല വാർഡിലും വോട്ട് സ്വയം വേണ്ടെന്ന് വെച്ച് BJP-ക്ക് ജയിക്കാനുള്ള അവസരം, ലീഗിനെയും കോൺഗ്രസിനും തോൽപ്പിക്കുക, SDPI-യെ ജയിപ്പിക്കുക, അതുപോലുള്ള പാർട്ടികളെ ജയിപ്പിക്കുക പല സ്ഥലത്തുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിലെ കുന്തിപ്പുഴ വാർഡില് ഫിറോസ് ഖാൻ LDF സ്ഥാനാർത്ഥി, അവിടെ നമ്മളെ ജയിച്ചത്. ഫിറോസ് ഖാന് കിട്ടിയത് 1 വോട്ടാണ്. അവന്റെ പെണ്ണുങ്ങളെ വോട്ടും കൂടി എനിക്കില്ല. ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നു, ഓന്റെ വോട്ടാന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് അത് ഓന്റെതല്ല, ഓന്റെ ഒപ്പം നടക്കുന്ന ഹനീഫാന്റെയാണ്. സ്ഥാനാർത്ഥി പോലും സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാതെ തോൽവി സമ്മതിക്കുകയാണ്. ഒരു പിണറായിയെ കാക്കാൻ ലാവ്ലിംഗ് കേസ്, അതില് പിണറായിയെ നരേന്ദ്രമോദി ഒന്നും ചെയ്യൂല. പിണറായിക്ക് എന്താ ലാഭം? ജയിലിൽ പോകാതെ കഴിച്ചില്ല. മോഡിക്ക് എന്താ ലാഭം? 1 ഉറുപ്പിയുടെ ചെലവില്ലാതെ സകല മുറാദുകളും ഹാസിലാവുക കേരളത്തിൽ. BJP എന്തൊക്കെ നടത്തുന്നു അതൊക്കെ പിണറായി വിജയൻ നടത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഇന്നൊന്നലും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചാനൽ ചർച്ചയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ആള് ആ ചർച്ചന്റെ ഇടയിൽ നിന്ന് നേരെ പോയി BJP പോയി ചെയ്യുക. ചാടിപ്പോക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിക്കാഹിന്റെ ഇടയിൽ മഹരേറ്റ് മുങ്ങ, അത് വല്ലാത്തൊരു സംഭവമായി പോയി. അതുപോലെ തന്നെ അതേ മണ്ണാർക്കാട് ഞാൻ അർജന്റീനയാണ്. അർജന്റീനയും ബ്രസീലും ഫൈനൽ ഉണ്ടായപ്പോ ഓനൊന്ന് കളിയാക്കാൻ ഇച്ചിരി കാത്തിക്കുക. അപ്പൊ ചെക്കനെ കാണാനില്ല. അപ്പൊ അർജന്റീനയുടെ ജാഥ വരുമ്പോ ഞാൻ അതിന്റെ മുന്നിൽ ഇങ്ങനെ പോവാണ്. ചെക്കൻ വൈക്ക് അവിടെ ഉണ്ടെങ്കിൽ കണ്ടടാന്ന് പറയണ അപ്പുണ്ട് ഓൻ എന്റെ പിന്നിൽ ഒത്താടൂല് ഈ അർജന്റീനയുടെ ജാഥയില്. അപ്പൊ ചെക്കൻ പൈതലല്ലേ, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പൈതലല്ലല്ലോ. അവള് കുറച്ച് കഥയും കവായതി ഉള്ളവരല്ലേ. അപ്പൊ എന്താ സംഭവം? നിങ്ങൾക്ക് എന്തും നടക്കും, എന്തും ആവാം, എന്തും നടത്താം. നേരത്തെ വൈദ്യ അവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ അഴിമതി പറയും, അല്ലെങ്കിൽ അപവാദം പറയും. എന്തെങ്കിലൊക്കെ നാട്ടിൽ 4 സീറ്റ് ഒപ്പിച്ചെടുക്കാൻ ഏത് തന്ത്രവും പയറ്റും അവര്. അതാണ് ആ പാട്ടിലുണ്ടായത്. കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് ആ പാട്ട് എഴുതിയത്. അപ്പൊ അതിലിങ്ങനെ പോറ്റിയെ കേറ്റിയെ എന്നപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുസ്ലിം പേരില്ലാത്ത ഒരാളാണ്. പിന്നെ ഈ പത്മകുമാർ, വാസു, ഇവരൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടപ്പോ അങ്ങനെ ഒരു പേരുള്ളവര്. അയിമ കയറി പിടിച്ച് എഴുതിയ ആള് കുഞ്ഞബ്ദുള്ള, പാടിയ ആള് മുഹമ്മദ് ഡാനിഷ്, പിന്നെ CD ഇറക്കിയ ആള് സുബൈർ പന്തല്ലൂര്, രചന നടത്തിയ ആള്, സംവിധാനം ചെയ്ത ആള് ഹനീഫ മുടിക്കോട്. ഉടനെ കേസെടുത്തു, മതവിദ്വേഷം പരത്തുന്നു പറയും. അപ്പൊ ആ പാട്ടിങ്ങനെ കേട്ടവർക്ക് ബേജാറായി. പെന്റൊക്കെ വാർഡിൽ ആ പാട്ടേറ്റ ഞങ്ങൾ നടന്നത്, വേറൊന്നും പ്രസംഗിച്ചില്ല. പുതിയൊക്കെ വേണ്ട വെച്ചു ആ പാട്ടേറ്റ എല്ലാ ഇടയിൽ കൂടിയാണ് പോയി. അതിലെന്താ തെറ്റ്? സഖാക്കൾ അതിലും കലിയേരി ദേഷ്യം പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ ചെന്നപ്പോണ്ട് പോലീസുകാർ ഇങ്ങനെ പാടുന്നു പോറ്റിയെ കേറ്റിയെ ഇറങ്ങി. അവിടെ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയി. ബസ് കയറി നോക്കുമ്പോ ബസ്സിലും ഈ പാട്ടാണ്. അപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചു പോയി. അപ്പൊ അതിലും ഈ പാട്ട് തന്നെയാണ്. ചൂടായിട്ടൊക്കെ പൈസ കൊടുക്കുന്നു, വൈക്കിറങ്ങി നടക്കുകയാണ്, കേക്കാൻ വയ്യായിട്ട്. അങ്ങനെ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പെരേക്കൊന്നും വരുന്നില്ല, പടക്കം പൊട്ടുമ്പോ നെഞ്ഞത്താ പൊട്ടുന്നു. മാത്രല്ല ഈ പാട്ട് പോണോടത്ത് പോയോ ഈ പാട്ട്. ഞാൻ എൻ്റെ കൊടുക്കുകാരനോ ഭാര്യ വീട്ടിൽ എന്നതാണ്. അപ്പൊ ഭാര്യ വീട്ടിലുണ്ട്, തിണ്ടുമ്പോ കാലും തൂക്കിയിട്ടിട്ട് അളിയന്റെ മക്കള് സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ നിരത്തി ഇങ്ങനെ പാടുക. അങ്ങനെ എന്ത് ചെയ്ത് മുണ്ടാതെക്കണ ഒരു കുട്ടിയുണ്ട്, അവനക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അത് ഓനോട് ഇറങ്ങി അളിയാങ്കൊന്ന് കേൾക്കട്ടെ, എന്റെ കുട്ടി ഒരു പാട്ട് കേടിക്കാണ്. ചെക്കനും പാടി പോറ്റിയെ കേറ്റിയെ മുഴുവൻ അടങ്ങറ്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ ഈ ഗവൺമെന്റ് പുതുതായി ഒരു ബ്രാൻഡി ഇറക്കി. ആ ബ്രാൻഡിക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു. ആൾക്കാർ കൊടുത്ത പേര് ഈ പേരാണ്, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട്. നീ പേര് എഴുതിയാൽ മതി. ചുരുക്കത്തിൽ ആ പാട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര പ്രശ്നം. എത്രത്തോളം ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന അറബിക്ക് ഇവിടുന്ന് പണിക്കുപോയ ചെക്കൻ പാടി കൊടുക്കുകയാണ് പോറ്റിയെ കേറ്റിയെ. അപ്പൊ അയാള് പോത്തിയെ കേത്തിയെ എന്നൊക്കെ പറയുക, അയാളും പറഞ്ഞു. സ്വർണം ചെമ്പായി മാറ്റിയെ. അപ്പൊ അറബി സ്വർണം ചേമ്പായി അറബിക്കറിയതൊക്കെ പാടെ ചേമ്പ് അരച്ചിക്കണെന്ന് അർത്ഥം ചിന്തിച്ചിട്ടൊന്നല്ല. നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ വലിയ സംഭവമായി. അപ്പൊ അവരുടെ പേരിൽ കേസെടുക്കണം. കേസെറ്റ് പോകാൻ നിന്നപ്പോഴാണ് ഇവര് തീരുമാനിച്ചിട്ട് എന്താ കാട്ടുകയെന്ന്. കേൾക്കണോടത്തും പറയണോടത്തും ഈ പാട്ടായപ്പോ
ഇവൻ എന്ത് ചെയ്തു എന്നറിയാം, ഭാര്യക്ക് വിളിച്ചിട്ട് പറയാം നാട് വിടുകയാണ് ഞാൻ, തമിഴ്നാട്ടിൽ കൊടുക്കുമല്ലോ, കോയമ്പത്തൂര് വണ്ടി വരികയാണ്. ഓൾക്ക് വിളിച്ചേക്ക് ഓളെ റിംഗ് ട്യൂണും തന്നെ സ്വർണം കെട്ടവനാരപ്പ സഖാക്കളാടെ അയ്യപ്പ. ഇത് കേട്ട ആർക്ക് ഭ്രാന്താതിരിക്കുക. പിന്നെ CPM ഇതിന് വേണ്ടാന്ന് വെക്കാൻ കാരണം ജഡ്ജി ഈ പാട്ട് പാടും വിധി പറയുമ്പോ 4-5 വരി പാടിയിട്ട് പറയും ഇതിലെവിടെ കുഴപ്പം, ഈ പാട്ടിൽ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് 5 വക്തിലും പാടിക്കോളുന്നേറ്റ ഉത്തരവ് നൽകുമെന്ന് പേടിച്ചിട്ട് ഇവരാ കേസ് ഒഴിവായി. മാർക്സിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനും ആ പാട്ടിലൂടെ രചനകൾക്കെതിരെയുള്ള സകല ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെയും സ്വാതന്ത്ര്യം കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ ഇത് ആരും പറയാം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് നിങ്ങളൊരു നാടകം എഴുതി, അപ്പോ സിവിക് ചന്ദ്രൻ മറ്റൊരു നാടകം എഴുതി നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി, അപ്പൊ നിങ്ങൾക്ക് ചൂടായി, എന്റെ വാപ്പാനെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് വേറെ നാടകം പോലെ എഴുതി. ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എസ് ആന്റണി ക്രിസ്ത്യാനികളെ കളിയാക്കിയിട്ടാ എഴുതിയത്. നിങ്ങൾക്ക് ആരും പറയാം. രൂപത എന്ന് പറഞ്ഞ പൈസ കൊണ്ടോന്ന, അതിരൂപത എന്ന് പറഞ്ഞ കുറച്ച് അധികം കൊണ്ടോന്ന CPM പറഞ്ഞു. ആരാ ക്രിസ്ത്യാനി? യേശുവിൽ വിശ്വാസം, കീശയിൽ ആശ്വാസം, എന്തെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ നല്ലതാണ്. ഒരു കാലത്ത് EK ബിജുബാവ ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു പരിശുദ്ധ ഖുർആൻ നിരോധിക്കണം. ആ ബിജുബാവന്റെ അനുയായിയായ ബാലൻ ഇപ്പൊ മുസാഹിബേറ്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, ജയിലിൽ പോവുകയാണെങ്കിൽ ഞാൻ അത് കംപ്ലീറ്റ് ഓതി തീർക്കും. ബാലൻ കത്തും തീർക്കുകയാണ്, ഖിയാമത്ത് നാൾ എടുത്തുക്കണം. എന്താ പറയുന്നത്? ഞാൻ ഈമാനുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ്. ഇതോടുകൂടി ബാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മുർത്തദ്ദായി എന്റെ അഭിപ്രായം. നിങ്ങളിതൊക്കെ പഠിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനനുസരിച്ചല്ല CPMന്റെ പോക്ക്. അവരെല്ലാം പറയും, അവര് മതത്തിന്റെ ഇതിലൊക്കെ കയറി കൂടും, അതൊന്നും ഇതിനെ നന്നാക്കാനല്ല. അതാണ് ഇപ്പൊ ശബരിമലയെ കയറി ചെയ്തത്. ദ്വാരപാലക ശില്പം, പീഠം, അയ്യപ്പന്റെ രുദ്രാക്ഷമാല, 8 പാളികള്. സാധാരണ എവിടെ കള്ളം കിടന്നാലും വാതിൽ കുത്തി തുറന്നൊക്കെ കേട്ടിട്ടുണ്ട്. പഴന്മാര് വാതിലും കട്ടിലേറ്റാ പോയതേ. ഇത് വലിയ അപകടമാണ്. അപ്പൊ വിശ്വാസികൾ പേടിക്കണം. ഇയാൾക്ക് ഈശ്വരനിൽ ഒരു വിശ്വാസവും ഇല്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം എല്ലാറ്റിലും കയറി എല്ലാറ്റിനെയും പിടിച്ചടക്കിയിരിക്കുകയാണ്. ദുരിതാശ്വാസ ഫണ്ട്, വയനാട് പ്രളയ ഫണ്ട്, ഇപ്പൊ അതാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ 535 കോടി കാണാനില്ല അത്ര. ആ സാധുക്കൾ ക്ഷേമനിധിയിൽ അടച്ച പൈസ ഇയാളെടുത്ത് എങ്ങനെയാണ്? ഏതായാലും UDF അധികാരത്തിൽ വന്ന ആധാരം അവിടെ ഉണ്ടോ നോക്കലാണ് ആദ്യത്തെ പണി. അത്രത്തോളം എല്ലാം ഈ നാടിനെ കുട്ടിച്ചോറാക്കി. ഉച്ചക്കഞ്ഞി അവതാളത്തിലായി, ആശാവർക്കർമാരെ അവതാളത്തിലാക്കി. കുടുംബശ്രീക്കാരുടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ജനകീയ ഹോട്ടൽ. 10 റുപ്യ നമ്മൾ കൊടുത്ത 20 റുപ്യ 10 റുപ്യ പിണറായി കൊടുക്കാൻ നേരിട്ടിട്ട് വെണ്ടക്ക ഏൽപ്പിച്ച്, ചകിരിപ്പള്ളി ഏൽപ്പിച്ച്, അരി കൊടുന്ന്, വിറകൊക്കെ കൊടുന്ന് ചോറൊക്കെ ഉണ്ടാക്കി. ആൾക്കാർ ചോർന്നു പോയി, ഓല പൈസ പോലും കൊടുത്തു. പക്ഷെ പിണറായി കൊടുക്കേണ്ട സബ്സിഡി ഇതുവരെ കൊടുത്തിട്ടില്ല. ആ സാധുക്കൾ ഇടങ്ങറായി. കാരണം പാത്രം വാങ്ങിയത് അണ്ണന്റെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങിയിട്ടാണ്. അവസാനം പീഡിയക്കാരന്റെ വാടകയും കൊടുക്കാനില്ല, 8 താലി പണയം വെച്ചു. പുതിയാപ്പളുടെ അടുത്തുനിന്ന് ചീട്ട് കേട്ട് ഉറക്കില്ല. എന്റെ നാട്ടിൽ കുടുംബശ്രീക്കാർക്ക് ലെവലില്ല. ചിലപ്പോ പെണ്ണിന് ഉറക്കില്ലായിട്ട് ഓരോ പിച്ചിയും പേയും പറയിൽ തുടങ്ങിയപ്പോ VRC കൊണ്ട് അഡ്മിറ്റ് ആക്കിയില്ല. 5-6 ദിവസം കഴിഞ്ഞൊക്കെ ഗുളിക കഴിച്ച് ഉറക്കൊക്കെ കിട്ടിയ ലെവലായപ്പോ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുമ്പോ പുതിയാപ്പളെ കാറിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. പെരന്റെ അവിടെ ഇങ്ങനെ എത്തിയപ്പോണ്ട് സൈഡിൽ ജനകീയ ഹോട്ടൽ എന്നുള്ള ബോർഡ് കണ്ടപ്പോ പിന്നെയും തുടങ്ങി അണ്ടനോണ്ടിരിക്കണം. ഇപ്പൊ എന്നത് മാറോ, ഇയാളുണ്ട് കാണാൻ വേണ്ടി ഇഷാർത്താവുകയാണ്. ഇവരെന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാറ്റിൽ നിന്നും ഒരു അറു പിഷ്കന്റെ വീട്ടിലെ കോൾഗേറ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് പിണറായി ഖജനാവ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാറ്റിനും ഊറ്റി. പിഷ്കന്റെ വീട്ടിലെ കോൾഗേറ്റിന്റെ പ്രത്യേകത എന്താ? പുതിയത് വാങ്ങൂല. അപ്പൊ ഒല്ലേക്ക് നേരത്തെ ഓർമ്മകുള്ളൂ. ഒന്നും കൂടി നെക്കി വെക്കും. എന്നാ പിന്നെ അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ വാങ്ങൂല്ല. പിറ്റേ ദിവസം ശ്രദ്ധിക്കാം. പിറ്റേ ദിവസം മുട്ടുംകാലം കൊണ്ട് അമർത്തിയിട്ട് കുറച്ചും കൂടി പോരട്ടെ. പിന്നെ കുട്ടികളെ പുറത്തിരുത്തിയിട്ട് പിന്നെ അവസാനം കത്തിയെടുത്തിട്ട് കോൾഗേറ്റിന്റെ സെന്റർ കീറിയിട്ട് ബ്രഷ് കൊണ്ട് ഒരു വയറുതല്ല. ഈ പണിയാണ് ഇപ്പൊ ഖജനാവിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നാടിന്റെ നന്മകളെ മുച്ചൂട് നശിപ്പിച്ചു. മദ്യശാലകൾ ധാരാളം തുറക്കുകയാണ്. പഞ്ചായത്തിന് അധികാരം ഉണ്ടായിരുന്നു, ഇനി UDF അധികാരത്തിൽ വരട്ടെ. മദ്യശാലകൾ അനുവദിക്കാനുള്ള അധികാരം പഞ്ചായത്തിന് ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞതിന്റെ അടിയിൽ ഒപ്പുവെച്ചത് KT ജലീല. നല്ല രീതിയിൽ ഇവിടുന്ന് പോയിരുന്ന ഒരാളാണത്. അപ്പൊ അത് അങ്ങനെ ആയി കഴിഞ്ഞു, എല്ലാം പോയി. അപ്പൊ നമ്മൾ ധൈര്യസമേതം ഇയാളുടെ ഭരണത്തിനെതിരെ ആഞ്ഞടിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെക്കണം. ഇയാളെ കുറിച്ച് സ്വന്തം പാർട്ടിക്കാർ വരെ പറയണം. ഇന്നിപ്പോ ഐഷ പോറ്റി മുൻ MLA നമ്മളെ കൂട്ടത്തേക്ക് വന്നിക്കുകയാണ്. ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തതിന് താക്കീത് ചെയ്തു അവരെ. നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞ് നമ്മളാകെ അപമാനിച്ചിരിക്കുന്നു. ആ ഐഷ പോറ്റി ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഇതിലേക്ക് വരിക. പക്ഷെ നിങ്ങളിൽ നിന്ന് പോണതൊക്കെ നേരെ അങ്ങണ്ടാണ്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ എന്നോടൊരു കറകളഞ്ഞ സഖാവ് പറയാണ്, നമ്മളെ ഈ മണ്ഡലത്തിലാണ്. ആളെ പേര് ഞാൻ പറയില്ല, കാരണം ഇത് ലൈവാണ്. അവൻ പറഞ്ഞിരിക്കണ് പേര് പറയരുതെന്ന്, കാരണം അവന്റെ അവസാനമാണ്. അവൻ പറഞ്ഞ ഞാൻ ഈ കൊല്ലം താമരക്ക ചെയ്തതെന്ന്. അപ്പൊ എന്താ എന്റെ പാർട്ടിയോട് ഭയങ്കര വെറുപ്പായി. നമ്മളെ മണ്ഡലത്തിലാണ്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞേരാം. കറകളഞ്ഞൊരു സഖാവ്. അപ്പൊ എന്തേ താമരക്ക് ചെയ്ത് വെച്ചു. ഞങ്ങളെ ഞാൻ വിളിക്കുന്ന അവിടെ കൈപ്പത്തിയോ കോണിയൊന്നും ഇല്ലായിട്ടല്ല, ഞാൻ ചെയ്യൂല. കാരണം ഞങ്ങൾക്ക് തരുന്ന ക്ലാസ് അതാണ്. നേരത്തെ ഒരിക്കലും കോൺഗ്രസിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യരുതെന്നാണ്. അവർക്ക് ആത്യന്തികമായി ലക്ഷ്യം BJP, കോൺഗ്രസ് മുക്ത ഭാരത, കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, ലീഗ് ഇല്ലാത്ത പാർലമെന്റ്. BJP ജയിച്ചാലും ഒരു പ്രശ്നമില്ല, പഴയ പോലല്ല. അങ്ങനെ അതാണ് ഈ കോർപ്പറേഷനാ കിട്ടുന്ന ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം. ഇനി മോഡി വരുമ്പോ ആദ്യം സ്വീകരിക്കാൻ പോകുന്നത് അവിടുത്തെ തലവനാണ്. നിങ്ങൾ പഠിക്കണം. അപ്പൊ ഈ പിണറായിയെ തുറന്ന് എതിർക്കണം. സ്വന്തം പാർട്ടിക്കാർ വരെ പറയുന്നുണ്ട്. CPI പറഞ്ഞു ഇയാൾ മുണ്ടെടുത്ത മോഡിയാണ്. CPIയുടെ നേതാവ് സുനിൽകുമാർ പറഞ്ഞു പൂരം കലക്കി പോലീസിന്റെ ഒപ്പം നിന്നിട്ട് കണ്ടോ. RSS കൈകാര്യം ചെയ്യുന്നതിന്റെ മറ്റൊരു തെളിവാ ബാല. എന്താ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അവസരം ഉണ്ടാക്കി എന്ന് പറയുന്നത് CPI നേതാവ് സുനിൽകുമാർ. നിങ്ങളറിയണം, കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ട് എന്ന് പറഞ്ഞത് ആനി രാജ, CPI. അൻവറും പറഞ്ഞു, അൻവറിനെ പുറത്താക്കി. ആനിരാജ പറഞ്ഞപ്പോ ആനിരാജനെ പുറത്താക്കില്ല. രണ്ടാളും ചെയ്തത് തെറ്റാണ്. മുമ്പ് സ്കൂളിലെ PTA മീറ്റിംഗിൽ ഒരു സ്ത്രീ പറഞ്ഞു ഹെഡ്മാഷോട്, ഈ എന്റെ ചെക്കൻ കണക്കിൽ മോശമാണ്, കാരണം ഈ കണക്ക് മാഷ് കണക്ക് പീരീഡ് ഉറങ്ങി തൂങ്ങണ്ടിട്ടാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടി പിയൂണ പറഞ്ഞയച്ചു ഹെഡ്മാഷ്. ചെന്നപ്പോ കണക്ക് മാഷ് ഉറങ്ങുക. വിളിച്ചുണർത്തുന്നത് അതപകേടാണെന്ന് മനസ്സിലാക്കി പിയൂൺ അവിടെ നിന്നു. കാത്തു നിന്ന് കുറെ കഴിഞ്ഞപ്പോ ക്ഷീണം വന്നു. ഓൻ അവിടെ ഇരുന്ന് കൊയഞ്ഞപ്പോ ഓനും ഉറങ്ങി. രണ്ടാളെയും കാണാതായപ്പോ ഹെഡ്മാഷ് നേരെ തെരഞ്ഞു പോയി നോക്കുമ്പോ രണ്ടും ഉറങ്ങാണ്. എന്താ ചെയ്യേണ്ടത്? രണ്ടിനെയും പിടിച്ച് പുറത്തിടണ്ടേ? പക്ഷെ ഹെഡ്മാഷ് കണക്ക് മാഷൊന്നും ചെയ്തില്ല, പിയൂണിനെ പിടിച്ച് പുറത്തിട്ട്. ഇനി നാളെ മുതൽ വരണ്ട. ഓൻ ചോദിച്ചു എന്താ കാരണം? ഹെഡ്മാഷ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. എന്തായാലും എഴുതിയിരിക്കണ അറിയാം, സ്ഥിരമായി ഉറങ്ങുന്ന കണക്ക് മാഷ്ക്ക് ശല്യമാകുന്ന രീതിയിൽ ഈ കൂർക്കം വലിച്ചെന്നാ കാരണം പറഞ്ഞത്. അപ്പൊ അൻവർ ചെയ്തതും ആനിരാജ പറഞ്ഞതും ഒന്നാണ്. അപ്പോ കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഭരിക്കാൻ പോകുന്നു എന്നാ പറയുന്നത്. എന്ത് ഏർപ്പാടാണിത്? അങ്ങനെ വരാൻ പോണൊരു കാര്യം ഇങ്ങനെ പ്രവചിച്ചിട്ട് മാറാട് ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ഈ നാട് കത്തണം, അതിനുവേണ്ടിയുള്ള പണിയെടുക്കുക. ഇപ്പൊ പിണറായിയെ ശരിക്ക് പറയണം. ചിലർ പിണറായിയെ പറയില്ല, പേടി. കേരളത്തിലെ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരാള്, അയാളുടെ സ്ഥാപനം ദുനിയാവിൽ പല സ്ഥലത്തുണ്ട്. പക്ഷെ എറണാകുളത്ത് അയാൾക്ക് സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞില്ല. ലോകത്തുള്ള എല്ലാ ഭാഷക്കാർക്കും ദേശക്കാർക്കും ജോലി കൊടുക്കുന്ന ആളാണ്. പക്ഷെ കേരളത്തില് അദ്ദേഹത്തിന്റെ സ്ഥാപനം തുടങ്ങാമെന്ന് അയാൾ പച്ചക്ക് പറഞ്ഞു. പിന്നെ ആകെ ദുനിയാവിലൊരു എതിർപ്പുണ്ടായത് എറണാകുളത്താണ്. അത് ഏത് പാർട്ടിക്കാരാന്ന് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ മറ്റുള്ള കടകളൊക്കെ കത്തും. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞ് ഞാൻ പറയുന്നില്ല. നമുക്ക് ലീഗർക്കും കോൺഗ്രസിനും പിണറായിയുടെ പേര് പറയാനൊരു മടിയില്ല. ചിലർ പേടിച്ചിട്ട് പറയില്ല.
ചിലര് ബഹുമാനം കൊണ്ടും പറയില്ല. പണ്ട് നഫീസ് താത്ത അത്തയ്യാ തോന്നിയ പോലെയാണ്. നഫീസ് താത്താന്റെ പുതിയാപ്പളുടെ പേര് ഇബ്രാഹിയാക്കൻ. അപ്പോ തള്ള ഇബ്രാഹിയാക്കി ഇരിക്കുന്നിടത്ത് ഓതുമ്പോ ശ്രദ്ധിച്ചേ ഓതുള്ളൂ. വൈദ് കാല ഇബ്രാഹിം ഒക്കെ എത്തുമ്പോ മൂപ്പര് മുതുകൊന്ന് നോക്കും. ഇത് പറയുമ്പോ മൂപ്പർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ തള്ള അത്തയ്യാ തോന്നി. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്നാ പറയണ്ട. അപ്പൊ മൂപ്പര് മുതുകൻ നോക്കാണ്. അപ്പൊ അത്ര ബഹുമാനാ തന്തനോട്. കമാ സ്വല്ലൈത എന്നാണ് ഇങ്ങനെ കുറച്ച് തള്ള ഓതാണ്. കമാ സ്വല്ലൈത അല ഞങ്ങളോടുത്ത ആള് വഅലാ അലിന്റെ കുട്ടികളെ വാപ്പാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ പേടിയുള്ളവരുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ആ പേടിയൊന്നും ഇല്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സുചിന്തിതമായി കാര്യങ്ങൾ നീക്കണം. അപകടത്തിലേക്കുള്ള പോക്കാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. ഈ നാട് കുട്ടിച്ചോറാകരുത്. ഏത് കളിയും കളിക്കാം, പക്ഷെ ഈ ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കരുത്. തമിഴ്നാട് ഇപ്പോ SIR-നെ തടുത്തു നിർത്തുന്നത് പോലെ, മമതാ ബാനർജി ബംഗാളിൽ തടുത്തു നിർത്തുന്നത് പോലെ കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? തടുത്ത് നിർത്താം. അതിന് നമ്മൾ അധികാരത്തിൽ വരണം. അതിന്റെ മുമ്പ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വേണ്ടാത്തതിട്ട് ആ ആളാ മുഖ്യമന്ത്രി, ഈ ആളാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് കളിക്കണ്ട. ആരായാലും വേണ്ടില്ല, ആദ്യം നമ്മളുണ്ട് നിലനിൽക്കണം, നമ്മളുണ്ട് ജയിച്ചു വരണം. ആദ്യം നമ്മൾ നിലക്കുക. നമ്മൾ വന്നതിന്റെ ദിവസം ആരാന്ന് പിന്നെ തീരുമാനിച്ച. അതിന്റെ മുമ്പ് വേണ്ട. പല ചർച്ചയും, ആ ചർച്ചക്കൊന്നും നിൽക്കണ്ട. വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യണ്ട. ഇതുകൊണ്ട് പിടിച്ചു കിട്ടണം. ഈ ദുരിതം മുഴുവൻ ഇന്ത്യയിൽ വരാൻ കാരണം എന്നറിയാം. കേട്ടോളി, 545 സീറ്റാ. അതിന്റെ നേർപകുതി 272. 273 കിട്ടാത്തതിന്റെ കുഴപ്പമാണ് ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ അത് ഉണ്ടെങ്കിൽ ജയിച്ചിലായി. ഇനിയിപ്പോ ഈ ഗവൺമെന്റിൽ തന്നെ ചില നിതീഷ് കുമാർ ഇവരൊക്കെ തമ്മിൽ നാത്തൂമ്പോരും ചക്രവർത്തിപ്പോരൊക്കെ ഉണ്ട്. തഹജ്ജുദ് നിസ്കരിച്ച് തേടിക്കോളി. പണ്ട് ഒസാത്തി അറിഞ്ഞായി രണ്ടോടത്തായി കിട്ടിയ രക്ഷപ്പെട്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. 140 സീറ്റാണ് കേരളത്തില്. ഭയങ്കര ദുരിതത്തിലാണ് നമ്മള്. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം, വീടുണ്ടാക്കാനുള്ള പെർമിഷൻ 300, 3000, 13,000 ഒക്കെ കയറുക. വമ്പൻ വിലക്കയറ്റം എല്ലാം ഉണ്ട്. ചികിത്സാ സഹായമൊക്കെ നിന്ന്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാല് കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബ്രെഡ് ഇല്ല, മോഡേൺ ബ്രെഡിന്റെ പൈസ കൊടുത്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ സാധനം ഇല്ല. കുറച്ച് സാധനം ഉണ്ടായിരുന്നു, പയ്യന്റെ പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് പിക്കപ്പ് കയറ്റി കൊണ്ടുപോയി. പിന്നെ ഒരു 4-5 കത്തിരി ഉണ്ടായിരുന്നു അവിടെ. അതൊരു പെമ്പർന്നോളം പള്ളന്റെ ഉള്ളിൽ വെച്ച് അതും പൂട്ടി. പിന്നെ കഴിഞ്ഞു കമ്പും. പിന്നെന്താ ഉള്ളത് യഥാർത്ഥത്തിൽ? അങ്ങനെ നാടിനെ മുച്ചൂട് നശിപ്പിക്കുകയാണ്. ഇയാളുടെ ഭരണം ഒരിക്കലും ഇനി വരരുത്. 140ന്റെ പകുതി 70. അത് 71 കിട്ടിയാൽ നമ്മൾ ഭരിക്കും. അതിന്റെ മുമ്പേ ആരാ മുഖ്യമന്ത്രി, ലീഗാവോ കോൺഗ്രസ് ആവോ, കോൺഗ്രസിൽ തന്നെ ആരാകുമോ എന്നുള്ള ആ ചർച്ച ഒന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ വേണ്ട. ആദ്യം നമ്മൾ നിലക്കട്ടെ, ഒരു പെരട്ടെ. പണ്ട് കുഞ്ഞാപ്പിനെ നോമ്പൊലിപ്പിച്ച പോലെ. കുഞ്ഞാപ്പു തീരെ നോമ്പൊലിക്കാൻ നടക്കുക. 50 വയസ്സായിക്കും. അപ്പൊ എന്റെ ഉമ്മാനെ മാലിന്യ കമ്മിറ്റി കണ്ടിട്ട് പറഞ്ഞു, നബീസ് താത്ത ഇങ്ങനെ ആയാ പോരാ, കുജിക്ക് കാലിട്ടാനായി, ചെക്കനെ കൊണ്ട് നോമ്പൊലിപ്പിക്കണം. ഉമ്മ പറഞ്ഞു എന്റെ ഒരു ആവശ്യമാണ്, അത് മുറാദാണ്. കുഞ്ഞാപ്പൂ അതാ കമ്മിറ്റിക്കാര് വന്നിക്കണാണ്. അങ്ങനെ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് തീരുമാനിച്ചു നാളെ നോമ്പ് വിൽക്കണം. ഉമ്മ പറഞ്ഞു നവൈത്തു സോമവതി ഞാൻ ചൊല്ലിക്കൊടുത്തോളാം, ബാക്കി നിങ്ങൾ നോക്കിയാൽ മതിയാണ്. പറഞ്ഞ അങ്ങാടിയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഉരിയിലുള്ളതൊക്കെ എടുത്തുള്ളതുകൊണ്ട് പാത്രമൊക്കെ ഉള്ളതൊക്കെ കാലിയാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ അതിന് പച്ചവെള്ളം കൊടുക്കരുത്. അസറിന്റെ നേരത്ത് ഇവന്റെ പള്ളന്റെ ഉള്ളിൽ പ്രശ്നമായി. ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ തുടങ്ങി. ആദ്യത്തെ നോമ്പ സാധു ഒരു ഹോട്ടലിലേക്കാണ്ട് കയറി. അപ്പൊ കമ്മിറ്റിക്കാരെ അംബാസിഡർ കാറിൽ ഗ്ലാസ് കയറ്റിയിട്ട് കുഞ്ഞാപ്പൂനെ നിരീക്ഷിച്ച് നടക്കുക. ഹോട്ടലിലേക്ക് കയറി ഉറപ്പായപ്പോ കമ്മിറ്റിക്കാര് കാറിന്ന് ഇറങ്ങിയിട്ട് മതിലിന്റെ മേലെ കയറി നോക്കുമ്പോ ഈ പഴയ വള്ളം മുക്കിയിട്ട് നിന്ന് മൂന്തുകയാണ്. അവിടെ ചെന്നിട്ട് പിടിച്ചു അവിടെ കിടാണ്. ഇത്ര വയസ്സായി പാഞ്ഞ് മരുവാൻ കൊടുക്കുക 1.5 മണിക്കൂറുള്ളൂ. പോത്തല്ലേ ഒരു നോമ്പ്. അന്റെ ഉമ്മാന്റെ ഞങ്ങളൊരു ആഗ്രഹം, ഒരു നോമ്പ് നിലനിർത്താൻ. ഓൻ ആ ബക്കറ്റ് അവിടെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറേ ദിവസമായി ഉമ്മയോ നിങ്ങളൊക്കെ പാടെ നോമ്പ് നിലനിർത്തുക. നോമ്പ് ആദ്യം കുഞ്ഞാപ്പൂ നിലനിൽക്കുക നോക്കട്ടെ അറിയാം എന്ന പോലെ. ആദ്യം UDF ജയിച്ചു വരട്ടെ, മുഖ്യമന്ത്രിനൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ചാൽ. എണ്ണും പണ്ട് കിട്ടണം. സുബൈർ നിർത്തല്ലേ, പാട്ട് കിടക്കാണ് അല്ലേ?
അല്ല അതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ സ്ത്രീകളൊക്കെ ഇത് കേൾക്കാൻ പാട്ട് കേൾക്കാൻ കാത്തുക്കല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതലായൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾ നേരത്തെ വന്നതാണ്, 9:30 ഇനി കുട്ടികളെ പാട്ടൊക്കെ കേട്ട് മദ്രസ സ്കൂളൊക്കെ ഉണ്ട്, പരീക്ഷാ സമയമാണ്, പഠിക്കണം. നമുക്ക് ഇൻഷാല്ലാ ഒരു ദിവസം തന്നെ രാവിലെ വേറെ വിളിച്ചുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഇരുന്ന് പറയാം. പിന്നെ നമുക്ക് നല്ല അന്തരീക്ഷം ഉണ്ടാവണം. നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ ഐക്യം നിലനിൽക്കണം. പ്രിയപ്പെട്ട സുബൈർ പഞ്ചായത്ത് പ്രസിഡന്റായതിൽ നിങ്ങളെപ്പോലെ ഞാനും സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കൂടുതൽ തിളക്കത്തോടുകൂടി കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് മാറാക്കര പഞ്ചായത്തിന് കിട്ടാൻ നിങ്ങളൊക്കെ കൂടെയുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് യു ഡി എഫ്.